ആ പ്രഖ്യാപനം നടത്തും. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഇതിനിടയിൽ വീണ്ടും കൂടി ഞങ്ങൾ ആലോചിക്കും. അല്ല, ഞങ്ങളിപ്പോൾ ഒന്നുകൂടി ആലോചിക്കാൻ പോകില്ലേ. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒന്നുകൂടി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഒന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും. ഞങ്ങൾ ഒരു റിസൊല്യൂഷൻ അവതരിപ്പിച്ച് ഞങ്ങളുടെ തീരുമാനം അതാണ് ഞങ്ങളുടെ നയപ്രഖ്യാപനം. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ ഇടതുപക്ഷ പാർട്ടികളുടെയും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആഗ്രഹം പലപ്പോഴും പ്രായോഗികമാവില്ലല്ലോ. നിങ്ങൾക്ക് ആലോചിച്ചറിയാം. ഈ പാർട്ടികളും ഗ്രൂപ്പുകൾക്കും ഒക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പം ചില ആളുകൾ അവരുടെ ഈ കാലഘട്ടത്തിലും അവരുടെ ഏറ്റവും വലിയ വിപ്ലവാചാര്യനായി കണക്കാക്കുന്നത് സ്റ്റാലിനെയാണ്. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സ്റ്റാലിനാണ് ചില ആളുകളുടെ, ചില കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഏറ്റവും വലിയ ആചാര്യൻ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല, കഴിയില്ല. അതുപോലെ തന്നെ ചില ഗ്രൂപ്പുകൾ ഇപ്പോഴും ഈ സാമൂഹ്യ മാറ്റം എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ച് ഉണ്ടാവുക, ആ സോഷ്യൽ ചേഞ്ച് ബലപ്രയോഗത്തിലൂടെ, ഫോഴ്സ് ഇസ് ദ വൈഫ് ഓഫ് റെവല്യൂഷൻ, ആ ഒരു പഴയ കാഴ്ച അതൊന്നും വർത്തമാനകാലത്ത് ഒട്ടും തന്നെ പ്രായോഗികമല്ല. അപ്പം പ്രായോഗികമല്ലാത്ത തിയറി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പഴയ കിതാബ് ഇങ്ങനെ ഓതിയിട്ട് കാര്യമില്ലല്ലോ. ഇത് മനുഷ്യന് ഒന്ന് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതായത് നിങ്ങൾ സംസാരിക്കേണ്ടത് യു സ്പീക്ക് ഇൻ ദെയർ ലാംഗ്വേജ്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ചില ആളുകളൊക്കെ പറഞ്ഞ ഒരക്ഷരം മനസ്സിലാവില്ല. ഞാൻ ആളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരക്ഷരം മനസ്സിലാവില്ല. നല്ല വിവരം. എന്തേ പ്രസംഗിച്ചത്? ഭയങ്കര വിവരമാണ് കേട്ടോ അയാൾക്ക്. എന്താ അയാൾ പറഞ്ഞേ? ഞാൻ മനസ്സിലായിട്ടില്ല, അത് അറിയില്ല. ഇങ്ങനെയായിരുന്നെന്താ കാര്യം? നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മനസ്സിലുള്ള ഒരാശയത്തെ മുമ്പിലുള്ള ആളുകളുടെ മനസ്സിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യലാണ്. അതാണ് ഈ പ്രസംഗം എന്നൊക്കെ പറയുന്നത്. അതിനൊന്നും ഗുണകരമല്ലെങ്കിൽ പിന്നെന്തിനാ 5 കൂട്ടിയാൽ 10 എന്നുള്ള ഉത്തരം കിട്ടണം. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ കൂട്ടാൻ നിൽക്കരുത്. ഞങ്ങൾ പറയാം. അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഒരു ചോദ്യം ഈ ചോദ്യം CPM-നകത്ത് സജീവമായി നിൽക്കുമ്പോൾ എന്നോട് കുറേ മീഡിയക്കാർ എന്നോട് ചോദിച്ചൊരു ചോദ്യം. അന്ന് നമുക്ക് ചാനലിലൊക്കെ വന്നിരുന്നത്. അതെന്താ സംഗതിച്ച് അവർ നേർച്ചയിൽ ഞാൻ പങ്കെടുത്തു. ഞങ്ങളവിടെ നാട്ടിലൊരു വലിയ നേർച്ചയുണ്ട്. അപ്പോൾ ഈ നേർച്ചയിൽ ഞാൻ അവൻ്റെ സംഘാടകർ എല്ലാ വർഷവും എന്നെ വിളിക്കാറുണ്ട്. ഇത്തവണ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്നോട് ചോദിച്ച്, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ നടത്തുന്നത് ശരിയാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? നിങ്ങൾ ഉത്തരം പറഞ്ഞേ. അപ്പോൾ പറഞ്ഞു കൂടുകയാണ്. അമ്പലത്തിൽ വരുന്നവൻ്റെ എണ്ണം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? പള്ളിയിൽ പോകുന്നവൻ്റെ എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? കൂടുന്നുണ്ട് എങ്കിൽ അതിനെ നിരാകരിക്കേണ്ട കാര്യമൊന്നുമില്ല. സമൂഹത്തിൽ നടക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള പോരാട്ടമല്ല. അതല്ല വിഷയം. മറ്റു പലതുമാണ് മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അതാണ് വിഷയം. അല്ലാതെ നിനക്ക് വിശ്വാസമുണ്ടോ? ഒന്നാമത് വിശ്വാസമുണ്ടോ എന്ന് ഒരാളോട് ചോദിക്കാനേ പാടില്ല. ഞാനൊക്കെ CPM-ൽ നിൽക്കുമ്പോൾ തന്നെ പരസ്യമായിട്ട് പൊതുയോഗത്തിലൊക്കെ ഞാൻ പ്രസംഗിക്കാറുണ്ട്. പരസ്യമായിട്ട് ഞാൻ CPM-ൻ്റെ നേതാവായി നിൽക്കുമ്പോൾ ഈ ജില്ലയിൽ ഞാൻ പ്രസംഗിക്കാത്ത ഒരു പ്രദേശമില്ല. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. വിശ്വാസിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ അത് ചോദിക്കാനുള്ള അധികാരം എനിക്കില്ല എന്ന് ഞാൻ പറയും. എന്താ കാരണം എന്ന് വെച്ചാൽ വിശ്വാസം എന്ന് പറയുന്നത് തികച്ചും വൈയക്തികമാണ്. എനിക്ക് വിശ്വാസിയാകാം, അവിശ്വാസിയാകാം. അതൊന്നും ചോദിക്കാനുള്ള അധികാരം ഈ രാജ്യത്ത് വേറെ ആർക്കുമില്ല. ആർക്കും അധികാരം. അതൊക്കെ വൈയക്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ല നാട്ടിലെ പ്രശ്നം. നാട്ടിലെ പ്രശ്നം മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പഞ്ചായത്ത് കമ്മിറ്റികൾ ഇനി കഴിഞ്ഞ കമ്മിറ്റി കൂടിയപ്പോൾ 10ൽ താഴെ പഞ്ചായത്തുകളെ രൂപീകരിക്കാനുള്ളത്. ബ്രാഞ്ചുകൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
ചർച്ച സ്വാഭാവികമായിട്ടും വരുമല്ലോ. ഞങ്ങളുടെ കമ്മിറ്റികൾ കൂടുമ്പോൾ അതിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. നമ്മൾ തമ്മിൽ ഞാനൊരിക്കൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് സംസാരിച്ചതല്ല ഈ കാര്യം. അത് ഞാനന്ന് പറഞ്ഞു പരിശോധിക്കേണ്ട ആളുകൾ പരിശോധിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ കൗൺസിൽ യോഗത്തിലും ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെടുത്തിട്ടുള്ള അത് സംബന്ധിച്ച് ഇതേ അഭിപ്രായം തന്നെ ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെന്ന് പറഞ്ഞ അഭിപ്രായം തന്നെയുള്ളത്. അത് പരിശോധിക്കേണ്ട ആളുകൾ അത് പരിശോധിക്കട്ടെ എന്ന അഭിപ്രായം തന്നെയാണുള്ളത്. അല്ല, ആരൊക്കെ പരിശോധിക്കണമെങ്കിൽ അവർ, ഞാൻ അങ്ങനെയൊന്നും പറയില്ല ഇപ്പോൾ. ഞാനിപ്പോൾ അല്ല, നോക്കൂ സജിത്തെ, പിന്നെ ഈ ഞങ്ങളിപ്പോൾ ടീം UDF ഭാഗമാണ്. ആ UDF യോജിപ്പിന് അതിലെ പാർട്ടികളുമായി ഒരു തർക്കത്തിലേക്കും പോകാൻ ഞങ്ങളിപ്പോൾ തൽക്കാലം തീരുമാനിച്ചിട്ടേ ഇല്ല. അല്ല, തർക്കത്തിലേക്ക് പോകാനേ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ അവരുമായിട്ട് തർക്കത്തിലേക്ക് പോകാനേ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ ടീം UDF ഭാഗമാണ്. അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ പരിശോധിക്കണം, ഞങ്ങളും പരിശോധിക്കണം, ബന്ധപ്പെട്ട എല്ലാവരും പരിശോധിക്കണം എന്ന് ഞാനന്ന് പറഞ്ഞല്ലോ. അതേ നിലപാടില്ല ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഏത്? അല്ല, അത് പലരും ഉണ്ടാകും. ഏത്? അല്ലല്ല, ഞങ്ങളിപ്പോൾ ജൂലൈ 6 കൺവെൻഷനിലേക്കാണ്. ഞാൻ നിങ്ങളെ പത്രസമ്മേളനത്തിന് വരേണ്ട തീരുമാനിച്ചപ്പോൾ സതീഷ് പറഞ്ഞു നിങ്ങൾ വരണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഈ കൺവെൻഷനിലേക്ക് പോയാൽ മതി എന്ന് ഉദ്ദേശിച്ച ഒരാളാണ്. ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. പറയേണ്ട കാര്യങ്ങൾ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇത് വീണ്ടും പിന്നെ പുനരാവർത്തിക്കേണ്ട ഒരു വിഷയം വരുന്നില്ല. ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടീം UDF ആണെങ്കിലും ഞങ്ങളിപ്പോൾ UDF അകത്തില്ലല്ലോ. അതില്ല, UDF ഞങ്ങളില്ല. നാളെ ഇപ്പോൾ ഞങ്ങൾ UDF ഉണ്ടാകുമല്ലോ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ നയം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അത് പറയാൻ പറ്റൂ. എന്ത്? ഞങ്ങൾ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോന്നോ? സ്വാഭാവികമായിട്ട് ഞങ്ങളത് ആഗ്രഹിക്കും. അപ്പോൾ പിന്നെ അത് ഈ നയം പ്രഖ്യാപിച്ചാലേ ഉള്ളൂ. ഇപ്പം ഈ രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ ടീം UDF അല്ല UDF ഞങ്ങൾക്ക് വരില്ല. ഞങ്ങൾ വരില്ല. അപ്പം ഞങ്ങൾ കാര്യങ്ങൾ ആലോചിക്കും.